ടോബി ജോൺസൺ തുടരുന്നു. ടോബി, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷോൺ ജോർജിന്റെ പ്രതികരണമായിരുന്നു. അത് ദീപിക പത്രത്തിനെതിരായ വിമർശനം എന്നതിനപ്പുറം സഭയ്ക്കെതിരായ വിമർശനമാണ്. FCRA വിഷയത്തിൽ സഭയുടെ ആശങ്ക അത് വളരെ ജനുവനായ കൺസേൺ ആയിരുന്നു. ആ ആശങ്കയാണോ ഷോണിനെ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്നാൾ ചൊടിപ്പിക്കുന്നത്? ടോബി. തീർച്ചയായിട്ടും ഹാഷ്മി, അത് തന്നെയാണ് പറയേണ്ടത്. കാരണം ഷോൺ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ FCRAയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJP നേതൃത്വം, പ്രത്യേകിച്ച് ഷോൺ അടക്കമുള്ളവർ ഇടപെട്ടതിന് ശേഷമാണ് പാർലമെന്റിൽ അത് ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമ്പോൾ ദീപിക പത്രത്തിൽ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്നൊക്കെയാണ് ഷോൺ ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സഭയുടെ അല്ലെങ്കിൽ ദീപിക പത്രം എടുത്ത നിലപാടിനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് ഷോൺ ജോർജ്. എന്തായാലും ഈ പത്രത്തിൽ വരുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ എഡിറ്റോറിയലുകൾ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ വരാറുണ്ട്. എന്തായാലും അത് സഭയുടെ ഒരു നിലപാടായി തന്നെയാണ്. ഇപ്പോൾ ജോസ് കെ മാണി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹവും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.